നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബീഹാറിൽ വീശിയടിച്ച NDA കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞ മഹാസഖ്യം കടുത്ത ഷോക്കിൽ. ഭരണം പിടിക്കുമെന്ന് വരെ പ്രതീക്ഷിച്ചിരുന്ന സഖ്യം 50 പോലും തികയ്ക്കാനാകാതെ സർവ്വമേഖലകളിലും പതറി വീണത് രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഒക്കെ ഞെട്ടിച്ചു. ഫലം പുറത്തു വന്നതോടെ AICC ആസ്ഥാനം ശോകമൂകമായി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന തേജസ്വി പോലും സ്വന്തം മണ്ഡലത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും പിന്നിൽ നിൽക്കുന്നത് മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടിയായി. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് NDAക്ക് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം വിജയത്തിന് പിന്നാലെ ഇത് മറ്റൊരു വോട്ട് ചോരിയാണെന്ന സൂചന നൽകിയാണ് കോൺഗ്രസിലെ പല നേതാക്കളും പ്രതികരിച്ചത്. ബീഹാറിൽ ജനങ്ങൾക്ക് മീതെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പ്രതികരിച്ചത്. NDA അല്ല ജയിച്ചത്, SIR ആണ്. SIRൽ വോട്ട് നഷ്ടപ്പെട്ടവർ നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു പരാതിയുമില്ലെന്ന വാദമാണ് ഇലക്ഷൻ കമ്മീഷൻ നിരത്തുന്നതെന്നും പവൻ ഖേര ആരോപിച്ചു. NDA അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജയിച്ചതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വരും ദിവസങ്ങളിൽ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കീറി മുറിച്ച് പരിശോധിക്കാൻ കോൺഗ്രസും RJDയും ഒരുങ്ങുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബീഹാറിൽ നടത്തിയ SIRലൂടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടി നീക്കിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. വോട്ട് നഷ്ടപ്പെട്ട ചിലരെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇനിയും തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നേക്കും. വോട്ടെണ്ണലിന് മുൻപ് തന്നെ ജയം ഉറപ്പിച്ച മട്ടിൽ ആയിരക്കണക്കിന് ലഡുവും സദ്യയും മറ്റും BJP കേന്ദ്രങ്ങൾ തയ്യാറാക്കിയത് വിജയിക്കുമെന്ന ഉറപ്പ് ആരോ അവർക്ക് നൽകിയിരുന്നതിന്റെ തെളിവാണെന്ന് മഹാസഖ്യം ആരോപിക്കുന്നു. അതേസമയം യഥാർത്ഥ ജനവിധിയാണ് ബീഹാറിൽ ഉണ്ടായതെന്നാണ് NDA കേന്ദ്രങ്ങളുടെ പ്രതികരണം. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായേക്കും. ബീഹാറിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പാർട്ടി പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. സ്ത്രീ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഹായങ്ങൾ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത് പുതുമയുള്ളതല്ല. അത് ചെയ്യുന്നതിൽ സർക്കാരുകളെ തടയാനും കഴിയില്ല എന്നും ശശി തരൂർ പറഞ്ഞു. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനാകെ തിരിച്ചടിയേറ്റെങ്കിലും ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനായിട്ട് തിരിച്ചടിയാകും. കഴിഞ്ഞ തവണ 19 സീറ്റിൽ ജയിച്ച കോൺഗ്രസ് ഇത്തവണ 4 സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ന്യൂനപക്ഷ മേഖലകളിലെല്ലാം OICയുടെ പാർട്ടി കടന്നു കയറിയതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ മുന്നിലെത്താൻ OICക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടായിരുന്ന സീമാഞ്ചൽ മേഖലയിലടക്കം പാർട്ടിക്ക് തിരിച്ചടിയേറ്റു. ബീഹാറിലെ പരാജയം രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി തന്നെ തിരിച്ചടിയാണെങ്കിലും താൻ ഉയർത്തുന്ന വോട്ട് ചോരി എന്ന ആരോപണം ബീഹാറിൽ കൂടുതൽ പ്രസക്തമായെന്ന് സ്ഥാപിക്കാൻ ഇതുവഴി അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. വോട്ട് ചോരി ആരോപണത്തിന് കൂടുതൽ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ നേടാനും ബീഹാർ ഇലക്ഷൻ ഫലം അദ്ദേഹം ഉപയോഗിക്കാനാണ് സാധ്യത. ബീഹാർ കഴിഞ്ഞു, ഇനി ബംഗാൾ പിടിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ താഴെയിറക്കാനുള്ള തന്ത്രങ്ങൾ BJPയുടെ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇതിന്റെ സൂചനകൾ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നൽകി. നമ്മൾ ബീഹാർ നേടി, ഇനി ബംഗാളിന്റെ ഊഴമാണെന്ന് മന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന സീമാഞ്ചൽ മേഖലയിലും NDAക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും റഡാറിലുള്ള സംസ്ഥാനമാണ് ബംഗാൾ. നിലവിലെ നിയമസഭയിൽ BJPക്ക് 65 MLAമാരുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 12 MPമാരെ വിജയിപ്പിക്കാനും അവർക്കായി. 2026 നിലവിലെ നിയമസഭയുടെ കാലാവധി കഴിയും. ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടാക്കി മാറ്റാമെന്നും അങ്ങനെ ഭരണം പിടിക്കാമെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ചാവേർ സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ ജമ്മു കാശ്മീരിലെ വീട് സുരക്ഷാസേന തകർത്തു. തെക്കൻ കാശ്മീരിലെ പുൽവാമയിലുള്ള ഇയാളുടെ വീട് ഇന്ന് പുലർച്ചെ ബോംബ് വെച്ചാണ് തകർത്തത്. ചെങ്കോട്ടയ്ക്കടുത്തുള്ള നേതാജി സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിന് സമീപം പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് ഉമർ നബിയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ഡോക്ടറായിരുന്നു ഇയാൾ. ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്ക് ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാശ്മീരിലെ ഇയാളുടെ വീട് പൊളിച്ചു മാറ്റിയത്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുടെ വീടുകളും പൊളിച്ചിരുന്നു. പാലത്തായ് പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവ് K പത്മരാജൻ കുറ്റക്കാരനാണെന്ന് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. 376 AB ബലാത്സംഗം പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തവും വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റും അധ്യാപകനുമായിരുന്ന പത്മരാജൻ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. സ്വകാര്യ ഓപ്പറേറ്റർമാരെ അമ്പരപ്പിച്ച് BSNL വീണ്ടും പുതിയ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചു. 50 ദിവസത്തേക്ക് 347 രൂപയാണ് പുതിയ പ്ലാനിന്റെ നിരക്ക്. ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് പ്രതിദിനം 2 GB ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, ദിവസേന 100 സൗജന്യ SMS എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
നിലവിൽ രാജ്യത്തെ പ്രമുഖ ടെലികോം സേവനദാതാക്കളിൽ ആരും ഇത്തരത്തിൽ 50 ദിവസം കാലാവധിയുള്ള പ്ലാനുകളൊന്നും നൽകുന്നില്ല. ഈ പ്ലാൻ അനുസരിച്ച് ഉപയോക്താക്കൾക്ക് പ്രതിദിനം 7 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ എന്നതാണ് BSNL ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു കാട്ടുന്നത്. സ്വകാര്യ കമ്പനികളിൽ ഭൂരിഭാഗവും 56 ദിവസത്തെ പ്രീപെയ്ഡ് പ്ലാനുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് BSNLന്റെ ഇപ്പോഴത്തെ ഓഫറിനേക്കാൾ ഇരട്ടിയോളം ചെലവേറിയതുമാണ്. ബുംറ കൊടുങ്കാറ്റായപ്പോൾ കൊൽക്കത്ത ടെസ്റ്റിൽ തകർന്നടിഞ്ഞ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ബൌളിംഗ് തീപാറിയപ്പോൾ ദിനത്തിൽ 159 റൺസിന് അവർ പുറത്തായി. എയ്ഡൻ മാർക്രം, റയാൻ റിക്കിൾട്ടൺ, വിയാൻ മുൾഡർ, ടോണി ഡിസോർസി, കൈൽ വെരൈനെ, ട്രിസ്റ്റൻ സ്റ്റെപ്സ് എന്നിവർക്ക് മാത്രമേ 2 അക്കം കടക്കാനായുള്ളൂ. 27 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ തകർത്തത്. കുൽദീപ് യാദവും മുഹമ്മദ് സിറാജും 2 വിക്കറ്റ് വീതവും, അക്സർ പട്ടേൽ 1 വിക്കറ്റും വീഴ്ത്തി. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.